അല്ല എനിക്കത് ഭയങ്കര കണക്ട് ചെയ്യാൻ പറ്റും. ഈ ഇരുട്ടത്ത് പെട്ടെന്ന് ലൈറ്റ് പോകുമ്പോ പേടിക്കുന്ന ഒരു സീനൊക്കെ ഇല്ലേ, ഞാൻ അങ്ങനെ ശരിക്കും ആ എനിക്ക് ഇരുട്ട് ലൈറ്റ് പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ ഇരിക്കുന്നോടത്തിരിക്കും, ഞാൻ സ്റ്റക്കായി പോകും. തന്നെ ഇരിക്കും. ഞാൻ ചോദിക്കുന്ന 3 മോനാണ്. ഞാൻ വെച്ച് പെൺകുട്ടിക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരിക്കുന്നത്. പെൺകുട്ടിക്ക് വേണ്ടിട്ട് വെയിറ്റ് ചെയ്ത് പെൺകുട്ടിയായി പഠിച്ചോ സഹിച്ച മോളെയും കിട്ടി. അതല്ല, ഇതെന്താ വെച്ചാല് നമ്മൾ അങ്ങനെ പറയാവൂ, പെൺകുട്ടിക്ക് വേണ്ടിട്ട് ആക്കിയതാണ്, വെയിറ്റ് ചെയ്താണ്. ഇനി ഇതിനെടുത്തോണാ അതില് പക്ഷെ നമ്മൾ കെയർ ചെയ്യും, നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ളൊരു. പക്ഷെ വേറെ ഒരു കേട്ടോ, ഞാൻ പെയിൻ എടുത്തപ്പോ എന്നോടായിരുന്നു രാവിലെ 8 മണിക്ക് കുട്ടികളൊക്കെ കുളിപ്പിച്ച് സെറ്റ് ആക്കണം, എനിക്ക് ടൂർണമെന്റ് ഉണ്ട്, ഞാൻ അത് കഴിഞ്ഞ് വരാം. അങ്ങനെയല്ല, ഓള് പോണതിന് മുമ്പ് ഞാൻ നല്ല പ്ലെയർ ആണ്, അതെനിക്ക് മനസ്സിലായി. ഇത് കണ്ടിട്ട് ഈ കൂട്ടത്തില് ആരൊരു വലിയ നിലയിലെത്തുന്ന എനിക്ക് തോന്നുന്നു. ഇനി പ്രപ്പോസ് ചെയ്ത ഞാൻ സമ്മതിക്കില്ല എന്നാ പൂവൊക്കെ പിടിച്ച് എന്താ ഈ അമ്മച്ചി ഇങ്ങനെ കാണിക്കുന്നത്? ചേട്ടാ, ഞാൻ ചുമ്മാ ഇരിക്കാൻ നേരത്ത് ഏതോ ഒരു സന്ദർഭത്തിൽ അപ്പുചേട്ടൻ വിളിച്ചിട്ട് എന്നെ ഷാജി ബാബന്ന് വിളിച്ചോണ്ടിരിക്കുന്ന അമ്മ അപ്പുചേട്ടനാണ് വിളിക്കണം എല്ലാവരും. അപ്പുചേട്ടൻ വിളിച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, ബ്രേക്കപ്പ് ആയ സമയത്തായിരിക്കും തക്കം നോക്കിയിട്ട്. ജീവചേട്ടാ, നമ്മളിപ്പോ ഇവിടെ രമേശ് ചേട്ടൻ, ഞാൻ, വീണ ചേച്ചി, ജീവചേട്ടൻ, നമ്മളൊക്കെ ആങ്കറിങ് ഒരു ഫീൽഡിൽ നിൽക്കുന്ന ആളുകളാണ്. അപ്പോ സിനിമ എന്ന് പറയുമ്പോൾ വേറൊരു കാറ്റഗറിയാണ്. ഏതാണ് രമേശ് ചേട്ടൻ എളുപ്പം, ആങ്കറിങ് ചെയ്യാനാണോ അഭിനയിക്കാനാണോ? സുരേഷ് ചേട്ടനായിട്ട് ആക്ട് ചെയ്യും. കൂടെ ഉള്ള ഒരാളെ, നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാള്, അല്ലെങ്കിൽ പിന്നെ നീ ടീച്ചേഴ്സിനെ പറഞ്ഞ് മനസ്സിലാക്കി, ഞാൻ സ്റ്റാഫ് റൂം തീയിട്ടിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഈ വടക്കം വീരഗാഥയുടെ സമയത്ത് വെളുപ്പിനെ പോയി ഡബ് ചെയ്തു, അതൊക്കെ ഉള്ളതായിരുന്നു. അങ്ങനെ കേൾക്കുന്ന ഡബിംഗ് ഒന്നും ഉണ്ടല്ലോ, രാവിലെ പോയി ആ ബേസ് കിട്ടാൻ വേണ്ടി പോയിട്ടുണ്ട്. അങ്ങനെ ആ സമയത്ത് അങ്ങനെ അതിന് ആവശ്യം എന്തുകൊണ്ട് അങ്ങനെ ഒരു എഫേർട്ട് അതിന് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കും? രാവിലെ എഴുന്നേക്കുവോ, എന്നാ പറയാൻ. വേറൊരു മെലഡി വരിക, അങ്ങനെ അത് ഇതിന്റെ സ്കോർ നോട്ടീസ് ചെയ്ത് കൂടുതൽ പരീക്ഷിക്കാനും പറ്റും, കൂടുതൽ അതിനകത്ത് വർക്ക് ചെയ്യാനും പറ്റും. സിനിമ ഒരൊറ്റ സൗണ്ട് സ്കേപ്പിൽ നിൽക്കും. എല്ലാം മനസ്സിലായ പോലെ അഭിനയിച്ചോ, ഒന്നും മനസ്സിലായിട്ടില്ല, എനിക്ക് മനസ്സിലായി. ചത്ത പോലെ കടന്നു. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഒരു ക്യാരക്ടറിൽ തന്നെ ജീവിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം ചെല്ലുമ്പോൾ രാവിലെ ഒരു ക്യാരക്ടർ ഈ അപ്പൊ സെറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ ക്യാരക്ടറിനോട് ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത്? നമ്മളെ കൊച്ചുങ്ങളോട് പെരുമാറുന്ന പോലെയാണ് ഭർത്താവിനോട് പെരുമാറുന്നത്, അതുപോലെയാണ് അമ്മായിയോട് പെരുമാറുന്നത്. അപ്പൊ നമ്മൾ ഒരേ സമയം 3 ക്യാരക്ടർ പ്ലേ ചെയ്യണില്ലേ? ചെയ്യുന്നുണ്ട്. ഇത് നെപ്പോട്ടിസത്തിന്റെ ഭാഗമാണോ? അതായത് ശ്രീനി ഏട്ടന്റെ മകനായതുകൊണ്ട് മാത്രം ഇയാൾ എന്നെങ്കിലും ഒരു ഇറ്റ് തരും എന്ന പ്രതീക്ഷയിൽ ഇങ്ങനെ പടങ്ങൾ തന്നുകൊണ്ട് മകനായതുകൊണ്ടാണോ വിജയേട്ടൻ എന്നെ വിളിച്ചത്? അല്ല, വിനീത് ശ്രീനിവാസന്റെ ബ്രദർ ആയതുകൊണ്ട്. ആദ്യം തന്നെ ശരിക്കും പറയണം, ഒഫീഷ്യലി പുരുഷൻ എന്നെ അനുഗ്രഹിക്കണം. അങ്ങനെയല്ല, ശരിക്കും ഇതെന്റെ ഫസ്റ്റ് എവർ സെലിബ്രിറ്റി ഇന്റർവ്യൂ ആണ് കേട്ടോ. ഞാൻ ശരിക്കും ആത്മാർത്ഥമായിട്ട് ചോദിക്കാറ്.
ഇല്ല, പക്ഷെ എനിക്ക് പറ്റിയിട്ടില്ല. എനിക്ക് അങ്ങനെ പക്ഷെ എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ അടുത്തൊക്കെ എന്ത് തമാശയും പറയാം. പക്ഷെ മനസ്സിലാവില്ല. അപ്പൊ ഇത് സക്സസ് ചെയ്തതിനു ശേഷം ജനഗണമന 2 ഉണ്ടാവോ? ഇത് അന്നൊരു തള്ളല് തള്ളിയാന്ന്. നമ്മൾ എവിടെ പോകുന്നു അവിടെ നമ്മളാണ് രാജാവ്. അതോടൊപ്പം തന്നെ നമ്മൾ എവിടെ പോകുന്നു അവിടെ നമ്മളാണ് സന്തോഷം പടർത്തേണ്ടത്. ഓക്കെ, ഇന്ന് ഞാൻ ഒരുപാട് സംസാരിക്കുന്നു, ഞാൻ ചിരിക്കുന്ന പോലെ. നാളെ ഞാൻ പേളിനെ വിളിക്കില്ല, ഞാൻ പേളിനെ ഒരു ആവശ്യത്തിന് സംസാരിക്കില്ല. പേളി വിളിച്ചാൽ ഞാൻ ഫോൺ എടുക്കില്ല. ഇവക്ക് അതൊക്കെ മതിയെന്ന്, അതാണ് വിനുദേട്ടൻ ആലോചിച്ചത്. അങ്ങനെയല്ലേ ഇതുപോലും വേണ്ട. എന്റെ ബൊമ്മളുടെ സീൻ എന്താ അറിയോ? ആൾക്കാർ എന്നോട് ചോദിക്കും ഇത് റിയൽ അക്കൗണ്ട് ആണോ ഫേക്ക് അക്കൗണ്ട് ആണോ എന്ന്. സത്യമായിട്ടും ചോദിക്കാറുണ്ട്. അപ്പൊ റിയാലിറ്റി കാണിക്കാൻ നമ്മൾ എന്താ ചെയ്യണ്ടേ? അല്ല ഞാൻ പിന്നെ ഞങ്ങള് സീനിയേഴ്സ് ആയിട്ട് ഇപ്പൊ ഇന്നസെന്റ് ഏട്ടൻ, അമ്പിളിച്ചേട്ടൻ, മധുസാറ് പറഞ്ഞ തമാശ. മധുസാറ് ഞാനൊരു സിനിമയിൽ അഭിനയിച്ചു നിൽക്കുന്ന സമയത്ത് അവിടെ എന്തോ ഒരു വലിച്ചിങ്ങനെ കെട്ടുന്നുണ്ട്. അപ്പൊ അവർ വലിച്ചിങ്ങനെ കെട്ടുന്ന സമയത്ത് ആരോ പറഞ്ഞു അത്ര വലിക്കില്ലേ, അത് പൊട്ടും, അത് പൊട്ടും പൊട്ടും വലിക്കില്ലേ. അപ്പൊ മധുസാറ് ഈ പടത്തിന്റെ കാര്യമാണോ വിളിച്ചു പറയുന്നത്? എനിക്ക് ഉമറിനെ മനസ്സിലാക്കാൻ, ഉമർ ഈ ഒരു സിനിമ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വിവാദം ഉണ്ടാക്കാതെ ഉമർ ഇതുവരെ അടങ്ങിയിരുന്നിട്ടില്ല എന്നാണ് ആളുകൾ പറയുന്നത്. ആളുകൾക്ക് എന്തുവാണെങ്കിലും ഇപ്പൊ ഹൈദരാബാദിനൊക്കെ പറ്റി എന്തൊക്കെയോ പറയണേ. എന്റെ അമ്മോ, അങ്ങനെ ഞാൻ നിങ്ങളെ പറ്റിയിട്ട് പറയുന്നത് കേട്ടാ ഞാൻ ഇന്റർവ്യൂവിന് തന്നെ വരില്ല. റീടേക്ക് വന്ന ധ്യാൻ വരട്ടാറുണ്ടോ? ഇല്ല 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 ഇല്ല, അങ്ങനെ എനിക്ക് തന്നെ അംഗീകാരം. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ വിജയിച്ച ഈ സമയത്ത് അമീന് പറയാൻ തോന്നുന്നത് എന്താണ്? ഓക്കെ, ഇതെന്ത് മറിമായും അർഹതയ്ക്ക് കിട്ടിയ അംഗീകാരം. നന്ദി നന്ദി നന്ദി. ബോംബ് ഡിഫ്യൂസ്ഡ്. അത് അവര് കാര്യമില്ല, അടുത്ത് പണിയുന്നുണ്ട്. സണ്ണി ഇന്ദുജനെ ഐശ്വര്യലക്ഷ്മി പഠിപ്പിച്ച മലയാളം നമുക്ക് കേൾക്കാം. So let's hear it from you, sir. പാട്ട് പഠിക്കാം. She told me, നീ ഇട്ടള പട്ടി.